ശ്രീ പണിക്കർ, അങ്ങനെ ഒരു സേഫ് ചോയ്സ് അതുകൊണ്ട് മമ്മൂട്ടി വരുന്നു. അതുകൊണ്ട് ആരും അതിൽ കുറ്റം പറയുകയില്ല. മാത്രമല്ല അദ്ദേഹത്തിന്റെ കഥാപാത്രം ഉജ്ജ്വലമായിരുന്നു. അതുകൊണ്ട് ജൂറിക്ക് ഒരു അനായാസം ഒരു സെലക്ഷൻ സാധിച്ചു. അതാണ് ഇന്നത്തെ അവാർഡ് പ്രഖ്യാപനത്തിൽ കണ്ടത്. ഇതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? അതുപോലെ മറ്റൊരു കാര്യം, ഇത് കൈനിറയെ പുരസ്കാരം നൽകുന്നത് പോലെ കൂടിയായല്ലോ. ഇപ്പോൾ ഇതിൻ്റെ ഒരു അവാർഡ് ദാന ചടങ്ങ് നടക്കുന്ന ആ സമയത്ത് ഒരു താരബാഹുല്യം കൂടി ഉണ്ടാകും. അതൊരു അവാർഡ് നൈറ്റിന്റെ പ്രതീതി ഉണ്ടാക്കുകയും ചെയ്യും. അത്രമാത്രം പുരസ്കാര ജേതാക്കളുണ്ട്. ശ്രീ മഞ്ജുഷ്, ഏതൊരു അവാർഡും അതിലുള്ള ജൂറിയുടെ താല്പര്യത്തിനനുസൃതമായിട്ട് കൊടുക്കുന്ന അവാർഡാണ്. അപ്പം അതുകൊണ്ട് അത് സബ്ജക്ട് ടു ക്രിറ്റിസിസം ആണ്. പക്ഷേ ആ ക്രിറ്റിസിസത്തിന് ഒരു പരിധിയുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. കാരണം ആ സിനിമ കണ്ട അല്ലെങ്കിൽ അതിലേക്ക് ശുപാർശ ചെയ്തിരിക്കുന്ന പ്രാഥമിക ജൂറി, എന്നിട്ട് അവർ പറഞ്ഞതിന് ശേഷം കണ്ടിരിക്കുന്ന അവസാനത്തെ ലിമിറ്റഡ് നമ്പർ ഓഫ് സിനിമകൾ കണ്ടിരിക്കുന്ന ഫൈനൽ ജൂറി, അവരുടെ താല്പര്യത്തിൽ അല്ലെങ്കിൽ അവരുടെ അതിനുശേഷം ഉണ്ടായിരിക്കുന്ന ഡിസ്കഷനിൽ അവർക്ക് മികച്ചത് എന്ന് തോന്നുന്ന സിനിമകൾക്കും പ്രകടനങ്ങൾക്കും ടെക്നിക്കൽ സൈഡിനും ഒക്കെയാണ് അവാർഡ് കൊടുക്കുന്നത്. അപ്പോൾ ക്രിറ്റിസിസം ഉണ്ട് എങ്കിൽ പോലും അത് അവരുടെ ചോയ്സ് എന്ന നിലയ്ക്ക് അത് പരിമിതമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് ഈ അവാർഡ് മാത്രമല്ല, ഏത് സമയത്തുണ്ടാകുന്ന അവാർഡാണെങ്കിലും ദേശീയ അവാർഡാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ദേശീയ അവാർഡിന് വലിയ ക്രിറ്റിസിസം നടത്തുന്ന ആൾക്കാർ സംസ്ഥാന അവാർഡ് കൊടുക്കുന്ന സമയത്ത് അത് കുറച്ചുകൂടി കോംപ്രഹെൻസീവ് ആയിട്ടും കുറച്ചുകൂടി വാട്ടർ ടൈറ്റ് ആയിട്ടും കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളോടും കൂടി തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് പ്രധാനമാണ്. കാരണം നമ്മൾ ക്രിറ്റിസിസം റേസ് ചെയ്യുന്ന സമയത്ത് നമ്മളായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ ക്രിറ്റിസിസത്തിന് സ്കോപ്പ് കുറയ്ക്കുക എന്നുള്ളൊരു കാര്യം ധാർമ്മികമായിട്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ നാട്ടിൽ ഇപ്പം അത്ര ഫ്രീക്വൻ്റ് ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു സമയം വരെയും നമ്മുടെ നാട്ടിലെ പല മലയാളം എൻ്റർടൈൻമെൻറ്റ് ചാനലുകളും നിരവധി സിനിമാ അവാർഡുകൾ കൊടുത്തിരുന്നു. അപ്പോൾ ആ അവാർഡുകൾ കൊടുക്കുന്ന സമയത്ത് അവരുടെ പ്രാഥമികമായിട്ടുള്ള പരിഗണന എന്നത് ഏറ്റവും മികച്ച സിനിമകൾക്കും ഏറ്റവും മികച്ച പ്രകടനങ്ങൾക്കും ഒക്കെ അവാർഡ് കൊടുക്കുക എന്നുള്ളതാണോ, അതോ ഏറ്റവും കൂടുതൽ ജനകീയ സ്വാധീനമുള്ള ആൾക്കാരെ ഈ അവാർഡ് ചടങ്ങിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണോ എന്ന് സംശയം തോന്നും. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച നടനുണ്ടാകും, ഏറ്റവും മികച്ച യൂണിവേഴ്സൽ സൂപ്പർ സ്റ്റാർ ഉണ്ടാകും, ഏറ്റവും മികച്ച യങ് ആർട്ടിസ്റ്റ് ഉണ്ടാകും, ഏറ്റവും മികച്ച താര ജോഡി ഉണ്ടാകും. അങ്ങനെ നിരവധി അവാർഡുകളുണ്ട്. അപ്പോൾ ഇത് പല ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ മലയാള സിനിമയിലെ ആ ഫ്രട്ടേണിറ്റിയിലുള്ള ഏതാണ്ട് മുൻനിര ആൾക്കാർ മുഴുവനും ആ ചടങ്ങിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു അവാർഡ് വാങ്ങാൻ വേണ്ടിയിട്ട് എത്തും. അപ്പോൾ എല്ലാവർക്കും. പക്ഷേ ഇവിടെ അങ്ങനെ നോക്കുമ്പോൾ മോഹൻലാൽ ഇല്ല. മോഹൻലാൽ മാത്രമേ ഇല്ലാത്തതുള്ളൂ. ബാക്കി എല്ലാ ആൾക്കാരും ഉണ്ട്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ മികച്ച നടൻ എന്ന് പറയുന്ന കാറ്റഗറിയും മികച്ച സഹനടനും കൂടി ചേർത്തുകൊണ്ട് നടന്മാർക്ക് കിട്ടിയിരിക്കുന്ന അവാർഡ് എത്ര പേർക്കാണ്? 4-5 പേർക്കുണ്ട്. എന്ന് വെച്ചാൽ മികച്ച നടനൊരു അവാർഡുണ്ട്, പിന്നെ 2 പേർക്ക് ജൂറിയുടെ പ്രത്യേക അവാർഡുണ്ട്, പിന്നെ അതിന്റെ മമ്മൂട്ടിയുണ്ട്, ടൊവിനോയുണ്ട്, ആസിഫ് അലി ഉണ്ട്, സൗബിൻ ഷാഹിർ ഉണ്ട്, സിദ്ധാർത്ഥ് ഭരതനുണ്ട്. അതെ, അപ്പൊ എത്ര പേരായി? 4-5 പേരായിട്ടില്ലേ? അപ്പൊ ഞാൻ പറയുന്നത് അത് തന്നെയാണ്. അതായത് നിങ്ങളൊരു ചോയ്സ് നോക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിനെല്ലാം വീഡ് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ പറയുന്ന ഒരു കാറ്റഗറൈസേഷൻ വെച്ചിട്ടാണ് അവസാനം ഈ അവാർഡ് കൊടുക്കുക. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരാളിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ ഒരു എക്സെപ്ഷണൽ പെർഫോമൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒന്നിലധികം എക്സെപ്ഷണൽ പെർഫോമൻസ് വേറെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുകയാണെങ്കിൽ അതിന്റെ ഫൈനൽ റൗണ്ടിലേക്ക് വരുന്ന എല്ലാ ആൾക്കാർക്കും പ്രത്യേക ജൂറി പരാമർശമൊക്കെ കൊടുക്കണം. ഈ പ്രത്യേക ജൂറി പരാമർശം എന്ന് പറയുന്നത് ലാവിഷായിട്ട് സത്യത്തിൽ ഉപയോഗിക്കേണ്ടുന്ന ഒന്നല്ല. വളരെ പരിമിതമായിട്ട്, വളരെ എക്സെപ്ഷൻ, അതായത് അത്രത്തോളം തുല്യത അവസാന റൗണ്ടിൽ ഈ 2 ആൾക്കാർക്കും ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും ഒരു നേരിയ മാർജിൻ, ഒരു ഹെയർ ലൈൻ ലീഡ് ഞങ്ങൾ ഒരാൾക്ക് കൊടുക്കുകയാണ് എന്ന് പറയുന്ന സമയത്ത് മറ്റേ ആളിനെ അവഗണിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ വേണം ഒരു ജൂറി പരാമർശമൊക്കെ സത്യത്തിൽ കൊടുക്കാൻ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. വാരിക്കോരി കൊടുത്തിരിക്കുന്നത് പോലെയും ഏതെങ്കിലും ഒരു എന്റർടൈൻമെന്റ് ചാനൽ നടത്തുന്ന അവാർഡ് നിശ പോലെ തന്നെ ആക്കിയെടുക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു ഡയറക്ഷൻസ് അവർക്ക് ഉണ്ടായിരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ആ നിലയ്ക്കാണ് അത് വന്നിരിക്കുന്നത്. പിന്നെ സർക്കാരിൻ്റെതായിട്ടുള്ള ഇൻഹറന്റ് ആയിട്ടുള്ള ചില പൊളിറ്റിക്കൽ താല്പര്യങ്ങളുണ്ട്. ആ പൊളിറ്റിക്കൽ താല്പര്യങ്ങളും കേന്ദ്ര അവാർഡ് കൊടുത്തു കഴിഞ്ഞാലും സംസ്ഥാനം ഏതെങ്കിലും വേറൊരു പാർട്ടിയാണ് ഭരിക്കുന്നതെങ്കിൽ അവാർഡ് കൊടുത്താലും ഒക്കെ തന്നെ എല്ലായ്പ്പോഴും ഈ അതിന്റെ ഫോർ ഫ്രണ്ടിലേക്ക് വരുന്ന ആരോപണങ്ങൾ തന്നെയാണ്. ഉദാഹരണത്തിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വേടന് അവാർഡ് കൊടുക്കുന്നു. വേടൻ അവാർഡ് കൊടുക്കുന്നത് ഗാനരചയിതാവ് എന്ന നിലയ്ക്കാണ്. നമ്മുടെ നാട്ടിൽ അതാണ് ഏറ്റവും മികച്ച ഗാനരചന എന്നുള്ളത് ഈ ഒരു ജൂറിയുടെ അഭിപ്രായമാണ്. അതിലൊരു പൊളിറ്റിക്കൽ കളർ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരിമിതമെങ്കിലും നമുക്ക് ആരോപിക്കാവുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ സ്വാധീനം അവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിന്റെ ജൂറി കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? പ്രകാശ് രാജാണ്. പ്രകാശ് രാജിന്റെ രാഷ്ട്രീയം എന്താണ്? പ്രകാശ് രാജ് സിനിമകളെ കാണുന്ന രീതി എങ്ങനെയാണ്? പ്രകാശ് രാജിന്റെ ക്രിറ്റിസിസം ഏത് നിലയ്ക്കാണ്? ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ ഈ അവാർഡ് കൊടുത്തതിന് ശേഷം അദ്ദേഹം മമ്മൂട്ടിയുടെ അഭിനയ പാടവത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് പോലും അദ്ദേഹം ഒരു കുത്തു കൊടുക്കുന്ന ദേശീയ അവാർഡ് കമ്മിറ്റി ജൂറിക്കാണെന്ന് ആലോചിച്ച് നോക്കണം. എന്ന് വെച്ചാൽ അദ്ദേഹം തന്നെ അവിടെ പറയുന്നത്, നമുക്ക് ഇപ്പൊ ഞാൻ പറയുന്ന രീതിയിലല്ല, ഇതിനേക്കാൾ വളരെ ഡെപ്തോടുകൂടി പ്രകാശ് രാജിന്റെ ചോയ്സസിനെയും വിമർശിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞത് നാഷണൽ അവാർഡ് ഡസന്റ് ഡിസർവ് മമ്മൂട്ടി എന്നാണ്. മമ്മൂട്ടി അത് അർഹിച്ചിരുന്നു എന്നുള്ളതല്ല, നാഷണൽ അവാർഡ് മമ്മൂട്ടി അർഹിച്ചില്ല
എന്ന മട്ടിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടൈറ്റിൽ ആയിക്കൊണ്ടിരിക്കുന്ന തലക്കെട്ടായിക്കൊണ്ടിരിക്കുന്ന വാർത്തയും അതാണ്. എന്ന് വെച്ചാൽ സംസ്ഥാനത്തിന്റെ ഒരു അവാർഡ് കൊടുക്കാനായിട്ട് ഒരാൾ വരുന്ന സമയത്ത് അയാളുടെ മുന്നിൽ വരുന്ന ചോയ്സസിനെ അയാൾ പരിഗണിച്ചതിന് ശേഷം അയാൾ ഒരാളിന് അവാർഡ് കൊടുക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ ആ തീരുമാനം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ ജൂറിയും തീരുമാനിക്കുന്നത് പോലെ മാത്രമേ മറ്റൊരാളും ചിന്തിക്കാൻ കഴിയുകയുള്ളൂ, അതേപോലെ മറ്റുള്ള ആൾക്കാർ ചിന്തിക്കണം. അപ്പോൾ ഇവിടെ മമ്മൂട്ടിയുടെ പ്രകടനം കണ്ടു, അത് തന്നെയാണ് ദേശീയ തലത്തിൽ പരിഗണിക്കപ്പെടേണ്ടിയിരുന്നത് എന്നുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായത്തിനെ മറ്റ് ചില ആൾക്കാർ ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു പാനലും അതേ രീതിയിൽ തന്നെ ചിന്തിക്കണമെന്ന് അദ്ദേഹം ശാഠ്യം പിടിച്ചാൽ അത് ശരിയല്ല എന്ന് നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് ഇതിലുണ്ട്. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് കേരള സംസ്ഥാനത്തിന്റെ പൊളിറ്റിക്സുമായി ചേർന്ന് നിൽക്കുന്നതാണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന് നിരന്തരമായി കേരളത്തിലെ പല പരിപാടികൾക്കും സിനിമാ പരിപാടികൾക്കും വരുന്നയാളാണ് എന്ന് നമുക്കറിയാം. അത് തന്നെയുമല്ല, സംസ്ഥാന സർക്കാരിനെയും ഇവിടെ ഭരിക്കുന്ന ആൾക്കാരെയും പുകഴ്ത്തുന്നയാളാണെന്നറിയാം. വേടൻ പറയുന്ന രാഷ്ട്രീയത്തിനോട് ചേർന്ന് നിൽക്കുന്നയാളാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു പൊളിറ്റിക്കൽ കളറുണ്ട്. ഇതൊരു ആരോപണമല്ല, ഇതൊരു വസ്തുതയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുമുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ ആര് ഭരിക്കുന്ന സമയത്താണെങ്കിലും ഉണ്ടാകും എന്നുള്ള ഒരു വസ്തുത അവിടെ ഉണ്ട് എന്നുള്ളത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഒരു പ്യൂരിസ്റ്റ്, ഒരു ആർട്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്യൂരിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ നോക്കുന്ന സമയത്ത് ഈ അവാർഡുകളൊക്കെ തന്നെ ഇങ്ങനെ, പ്രത്യേകിച്ച് ഈ വേടനൊക്കെ കിട്ടിയിരിക്കുന്ന പോലെ ഗാനരചന എന്ന് പറയുന്നതിലെ അവാർഡൊക്കെ തന്നെ പെർഫെക്റ്റ്ലി ജസ്റ്റിഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകും. അപ്പോൾ ആ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനും അത് പറയാനുമുള്ള സ്വാതന്ത്ര്യത്തിന് ഈ ജൂറിയും അംഗീകരിക്കണം. അല്ലെങ്കിൽ അത് പരമമാണ്, ഇത് അബ്സല്യൂട്ട് റൈറ്റ് ആണ്, ഇതിനെ വിമർശിക്കുന്നതിന് വേണ്ടിയിട്ട് ആർക്കും സാധ്യമല്ല എന്നൊന്നും അവർ പറയാൻ പാടില്ല. കാരണം ഇവരുടെ എല്ലാവരുടെയും രാഷ്ട്രീയം എന്താണെന്നും ഇവരുടെ നിലപാടുകൾ എന്താണെന്നും നേരത്തെ ഈ സൂചിപ്പിച്ചതുപോലെ ദേശീയ അവാർഡ് നിർണയ കമ്മിറ്റിയെ പോലും വിമർശിക്കുന്ന ഒരു സംസ്ഥാന അവാർഡ് കമ്മിറ്റി അധ്യക്ഷനൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് എന്നതുമെല്ലാം നമുക്ക് ശരിയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ ശാരദക്കുട്ടി ടീച്ചർ അങ്ങനെ എഴുതിയത് കൊണ്ടാണ് ഈ ഒരു വലിയ ചർച്ച കഴിഞ്ഞ ദിവസം വേണ്ടി വന്നത്. ഇന്നും രാവിലെയും ആ വിഷയം ചർച്ച ചെയ്തിരുന്നതാണ്. മുതിർന്ന താരങ്ങൾ മമ്മൂട്ടിയെയും മോഹൻലാലിനെയുമാണ് അവർ ഉദ്ദേശിച്ചത്. ഈ അവാർഡ് പരിഗണനയിൽ നിന്ന് മാറി നിൽക്കണം. മുൻപ് യേശുദാസ് കുറച്ച് വർഷങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നുവല്ലോ. അദ്ദേഹത്തിന് 1986 തോന്നുന്നു. അതിനുശേഷം അദ്ദേഹം അവാർഡിന് തന്നെ പരിഗണിക്കേണ്ട എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അത് അദ്ദേഹം ഔദ്യോഗികമായിട്ട് അത് ആവശ്യപ്പെട്ടതല്ല എന്ന് തോന്നുന്നു. അദ്ദേഹം അത് പറഞ്ഞിരുന്നു. അതിനുശേഷം അദ്ദേഹത്തെ കുറച്ച് വർഷങ്ങളിൽ പരിഗണിച്ചതുമില്ല. പിന്നെ അദ്ദേഹത്തിന് അതിൽ ആ തീരുമാനം മാറ്റുകയും ചെയ്തിരുന്നു. അദ്ദേഹം ഏകദേശം 15ഓളം അവാർഡുകൾ കിട്ടിയതിന് ശേഷമാണ്, അതും തുടർച്ചയായിട്ട് അവാർഡുകൾ കിട്ടിക്കൊണ്ടിരുന്ന സമയത്താണ് യേശുദാസ് അങ്ങനെ ഒരു നിലപാടെടുത്തത്. പക്ഷേ അതുപോലെ ഇപ്പോഴത്തെ നടന്മാർ എടുക്കണം, എന്നാലേ യുവ നടന്മാർക്ക് പരിഗണന കിട്ടുകയുള്ളൂ എന്ന രീതിയിലുള്ള ചർച്ചകൾ, അതിൻ്റെ ആവശ്യമുണ്ടോ? അങ്ങനെ മാറി നിൽക്കേണ്ട, അവാർഡ് പരിഗണനയിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ ശ്രീജിത്ത്. ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. കാരണം അത് വ്യക്തിപരമായിട്ടുള്ള ഒരു ചോയ്സ് ആണ്. ഇപ്പം മമ്മൂട്ടി, മോഹൻലാൽ എന്ന് പറയുന്ന മലയാളത്തിൽ ഇനിയൊന്നും പ്രൂവ് ചെയ്യേണ്ടതല്ലാത്ത രണ്ട് നടന്മാരാണ്. അങ്ങനെയുള്ള നടന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ അവാർഡിനെ പരിഗണിക്കേണ്ടതില്ല എന്ന് അവർ പറയണമെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ചോയ്സ് ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്നും ഈ വലിയ സക്സസ് ഒക്കെ തന്നെ പുൾ ഓഫ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മൾ ഈ പറയുന്ന ന്യൂ ജനറേഷൻ കാണുന്ന, അവർക്ക് അവരുടെ താരങ്ങളായിട്ട് അവർ കാണുന്ന ആൾക്കാരുടെ സിനിമകളുമായിട്ട് പലപ്പോഴും ഡയറക്റ്റ് ക്ലാഷിൽ വന്നതിന് ശേഷമാണ് മോഹൻലാലിൻ്റെയൊക്കെ പല സിനിമകളും 100 കോടിയൊക്കെ തന്നെ കടന്നു പോകുന്നത് എന്നുള്ളത് നമുക്കറിയാം. അതേപോലെ തന്നെ ന്യൂ ജനറേഷനിൽ തന്നെ ഇപ്പോൾ പല നടന്മാരുടെയും നടിമാരുടെയും ഒക്കെ സിനിമകളൊക്കെ തന്നെ ഇതേപോലെ 50 കോടി 100 കോടിയിലേക്കൊക്കെ പോകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ന്യൂ ജനറേഷന്റെ ഒരു സിനിമ ആസ്വാദന രീതി അവിടെ ഉള്ളപ്പോഴും അവർക്ക് അവരുടേതായിട്ടുള്ള ഹീറോസും ഹീറോയിൻസും ഒക്കെ ഉണ്ടാകുമ്പോൾ പോലും മോഹൻലാലിന്റെ ഒന്നും തന്നെ താരമൂല്യത്തിന് ഒരു കുറവും ഉണ്ടായിട്ടില്ല. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഒക്കെ സിനിമ കാണുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവർക്ക് രണ്ടുപേർക്കും 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൾക്കാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അവരിതിനെ ഒരു അഭിനിവേശമായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട് എങ്കിൽ, അവര് ജൂനിയർ ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് ഇപ്പോഴും കമ്പീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, അത് കാണിക്കുന്ന അവരുടെ ഉള്ളിലുള്ള ഒരു ത്വരയാണ്, അല്ലെങ്കിൽ അവർക്കൊരു അടങ്ങാത്ത ദാഹമുണ്ട് എക്സൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്നുള്ളതാണ്. അപ്പൊ അതിൽ ഒരു പക്ഷേ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ യേശുദാസിന്റെ ഒരു സെൻ സ്റ്റേറ്റസ് ഒക്കെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർക്ക് അത് വേണ്ട എന്ന് പറയുന്നുണ്ടാകും. പക്ഷേ ചില ആൾക്കാരെ കൂടുതൽ ഭ്രമിപ്പിക്കുന്നത്, കൂടുതലായിട്ട് അവരെ ഇൻസ്പയർ ചെയ്യിപ്പിക്കുന്നതും ഒക്കെ ഇത്തരത്തിലുള്ള നേട്ടങ്ങളാണ്. അപ്പൊ അതിൽ നിന്ന് അവരൊരു പ്രത്യേക കാലം കഴിഞ്ഞതിന് ശേഷം മാറി നിൽക്കണം എന്നാരെങ്കിലും പറയുന്നത് ശരിയല്ല. പക്ഷേ ഈ ചെറിയ ആൾക്കാർ എന്താ ചെയ്യേണ്ടത്? താരതമ്യേന ജൂനിയർ ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുമായിട്ട് കമ്പീറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ പറയുന്നത്, ജൂറി ഇവിടെ ചെയ്യേണ്ടത് നേരത്തെ ഈ പറഞ്ഞതുപോലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരാളിന് ഒരു അവാർഡ് കൊടുക്കാനായിട്ട് തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു അവാർഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യപ്പെടുകയില്ല എന്ന അർത്ഥത്തിൽ മാത്രം ഒരാളിന് അവാർഡ് കൊടുക്കുന്നു എന്നൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് പ്രശ്നമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആരെയും പാസിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മറ്റ് 2 ആൾക്കാർക്ക് ശരി എങ്കിൽ പിന്നെ ഇത് പ്രത്യേക ജൂറി പുരസ്കാരം നിങ്ങൾക്ക് തന്ന് നിങ്ങളെ തൽക്കാലം സമാധാനിപ്പിക്കുന്നത് എന്നൊരു ചിന്ത യുക്തിപൂർവ്വം അങ്ങനെ എടുത്തിട്ടുണ്ട്, ബോധപൂർവ്വം എടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. മറിച്ച് മമ്മൂട്ടിയും ടൊവിനോ തോമസും ആസിഫ് അലിയും ഫൈനൽ റൗണ്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൽ ആസിഫ് അലിയാണ് മികച്ച നടനെന്ന് ഈ ജൂറിക്ക് ഏകപക്ഷീയമായിട്ടുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ
ആസിഫ് അലിക്ക് തന്നെ ആ അവാർഡ് കൊടുക്കുകയും മമ്മൂട്ടിക്ക് പ്രത്യേക പരാമർശം കൊടുക്കുകയും ചെയ്യുന്നതാണ് ശരിയായ നടപടി. പക്ഷെ മമ്മൂട്ടിക്ക് പ്രത്യേക പരാമർശം കൊടുത്താൽ അതിലൊരു അപാകത എന്തായാലും ചൂണ്ടിക്കാണിക്കപ്പെടുമല്ലോ. അതുകൊണ്ട് ജൂറി അലട്ടുന്നുണ്ടാവും സ്വാഭാവികമായി. ആ ഒരു പബ്ലിക് പെർസെപ്ഷൻ, അതെ, ആ ഒരു പബ്ലിക് പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ ബാക്ക് ഫെയർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് ഈ ജൂറിക്ക് തന്നെ തോന്നുന്നുണ്ടാകും. എങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന അവാർഡുകൾ സത്യസന്ധമല്ല എന്നാണ്. ശരി, ഇപ്പോൾ സിനിമാ നിരൂപകൻ ശ്രീ പല്ലിശ്ശേരി ടെലിഫോൺ